ചെടി നല്ല പൊന്തി വരുന്തോറും ഒരു 2 പ്രാവശ്യം അടുപ്പിച്ചില്ലെങ്കിൽ എന്താ പറയുക, ഇതിൻ്റെ കിഴങ്ങുകൾ പുറത്തേക്ക് വരും 1 വരെയൊക്കെ. അപ്പം നമ്മൾ ഏറെ മണ്ണിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടി അവിടെ നല്ല കുറ്റിവലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ഈ കിഴങ്ങുകൾ പുറത്തേക്കായിട്ട് അത് ചെടിയായി വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അറിയാം. സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനടുത്ത് കുളപ്പുള്ളിയിലുള്ള ഒരു മനോഹരമായ കൂവത്തോട്ടമാണ്. കൂവത്തോട്ടം, നമ്മൾ കൂവേനെ പറ്റിയൊരു ചെറിയ ഫിലിം ഇതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഉണ്ണിയേട്ടൻ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അത് നമ്മളൊരു കൂവ കൃഷി എങ്ങനെ ചെയ്യാം, എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചത്. എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂവ കൃഷി ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത്. ചെറിയ രീതിയിലല്ല, എടുത്തു പറയേണ്ടതുണ്ട്. കാരണം 10 ഏക്കറോളം കൂവ മാത്രമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മുടെ അജിത്തേട്ടനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അജിത്തേട്ടൻ്റെ സ്ഥലം ഇവിടെ ഷൊർണൂരിനടുത്ത് തന്നെയാണ്. വാണിയംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അജിത്തേട്ടൻ്റെ വീട്. അപ്പോൾ നമുക്ക് എന്താണ്, ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും വലിയ രീതിയിൽ കൂവ ചെയ്തിരിക്കുന്നത് കണ്ടത്. കൂവയ്ക്ക് ഒരുപാട് മഹാത്മ്യമുണ്ട്, നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് മരുന്നുകളായിട്ടൊക്കെ കൂവ ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല, കാരണം കൂവ ഉണ്ടാക്കാൻ നമുക്ക് ശരിക്കും വളങ്ങളുടെ ആവശ്യമില്ല. അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളൊരു രാസവളമോ ഒരു കാര്യങ്ങളും കൂവയ്ക്ക് വേണ്ട. എന്നാൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ജൈവ വളങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലാണല്ലോ. ഒരു തരത്തിലും ശരിക്കും കൂവ ഒരു കാട്ടുചെടിയാണ് കൂവ. അപ്പോൾ ഈ കൂവയുടെ എന്തൊക്കെ വിശേഷങ്ങൾ, കൂവ ഇങ്ങനെ വ്യാവസായികമായിട്ട് കൃഷി ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊക്കെ അജിത്തേട്ടൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കത് അജിത്തേട്ടനോട് തന്നെ ചോദിക്കാം. അജിത്തേട്ടാ, എന്താണ്, എത്ര വർഷമായി ഇങ്ങനെ? ഞങ്ങൾ 10 വർഷത്തിൻ്റെ മുകളിലായി, 15 വർഷത്തോളമായി ഇങ്ങനെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആദ്യകാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് നമ്മൾ വീട്ടാവശ്യത്തിനും കാര്യങ്ങളും കുറച്ച് സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ല, 15 വർഷമായോ? അതെ, 15 വർഷത്തോളമായി നമ്മൾ തന്നെയാണോ ചെയ്തിരുന്നത്? പക്ഷേ കൂടുതൽ കൃഷി ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. വീട്ടിൽ 15 വർഷമായിട്ട് അച്ഛനൊക്കെ ഉള്ള കാലം മുതൽ ഈ കൃഷി ഉള്ളതാണ്. പിന്നെ അച്ഛൻ മരണപ്പെട്ടു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഇതേപോലെ കുറേ സ്ഥലത്തായിരുന്നു. അങ്ങനെ കൂട്ടി വരുമ്പോൾ ഇതങ്ങനെ നമ്മൾ ആരും കൂടുതലായിട്ട് കൃഷി ചെയ്യണില്ല. അത് കാരണം നമ്മൾ ഇതിങ്ങനെ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതായത് 15 വർഷമായിട്ട് ആദ്യത്തേട്ടൻ കുറച്ച് സമയങ്ങളായിട്ട് ഈ സാധനം ചെയ്തു വരുന്നുണ്ട്. അതെ. ഇപ്പൊ അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് മാറി. അതായത് 10 ഏക്കറിലേക്ക് മാറി. 10 ഏക്കറിലേക്ക് മാറി. അപ്പോൾ ഈ കൂവയ്ക്ക് നിങ്ങൾ വന്ന കാലം മുതലേ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ തിരുവാതിര പ്രമാണിച്ചിട്ട് മാത്രമാണ് കൂവ അധികം ആളുകളും ഇവിടെയൊക്കെ നമ്മുടെ ഈ മലബാർ ഏരിയയിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, മധ്യ കേരളത്തിലേക്ക് ഭാഗത്തൊക്കെ. അതിനുശേഷം കൂവപ്പൊടി പല ആളുകളും എന്തെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം വീടുകളിലൊക്കെ ഇതാക്കാറുണ്ട്. പലരും പറയാറുണ്ട് ചൂടിന്, നമ്മുടെ ശരീരത്തിന് തണുപ്പാക്കാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. വയറിന് പ്രശ്നം വന്നാൽ കൂവ പൊടി യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ അജിത്തേട്ടനും അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിന് അപ്പുറത്തേക്ക് ഈ കൂവയ്ക്കൊരു മാർക്കറ്റ് നിങ്ങൾ കണ്ടത് എങ്ങനെയാണ്? അതായത് ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇത് ചെയ്തിട്ട് ഇതിനൊരു വലിയ മാർക്കറ്റ് കാണണല്ലോ. ഇങ്ങനെ ഒരു കൂവ ചെയ്തിട്ടൊരു വ്യവസായ അടിസ്ഥാനം ചെയ്താൽ അതിലേക്ക് എത്താനുണ്ടായ ഒരു കാരണം എന്താണ്? അതായത് നമ്മൾ തിരുവാതിര കഴിഞ്ഞിട്ടാണ് പറിക്കാറ്. അപ്പോൾ കഴിഞ്ഞിട്ട് പറിക്കുക, മകരത്തിലാണ് ഞങ്ങൾ പറിക്കൽ തുടങ്ങുന്നത്. അപ്പോഴാണ് ഈ സാധനത്തിന് ഏറ്റവും കൂടുതൽ ഒരു 5 കിലോനൊക്കെ 1 കിലോ പൊടി കിട്ടുന്ന സ്റ്റേജ് വരുന്ന അപ്പോഴാണ്. 5 കിലോ ഫ്രഷ് കിഴങ്ങിനൊക്കെ 1 കിലോ പൊടി കിട്ടുന്ന അപ്പോഴാണ്. പിന്നെ അതിനെ നമ്മൾ തോല് കളയുകയാണെങ്കിലും അതിന് സിമ്പിളായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തോലൊക്കെ പോയിട്ടുണ്ടാവും. ആ സമയത്താണ് ശരിക്കും ഇതിന് 100 ഭയങ്കരമായിട്ട് കൂടുതലുണ്ടാവുക. അതായത് തിരുവാതിര കഴിഞ്ഞിട്ട് മകരം മുതലാണ് പറിക്കുക. ആ സമയത്താണ് ഞങ്ങളിങ്ങനെ ലേറ്റായിട്ട് പറിക്കുമ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ സ്ഥലത്തേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ അത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കുറച്ചേറെ ആളുകൾ ഇങ്ങനെ ടൺ കണക്കിനൊക്കെ വാങ്ങിച്ചു പോകാറുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങൾ പിന്നെ മലയാളികൾ തന്നെയാണോ? മലയാളികളും അന്യസംസ്ഥാനത്തെ ടീമുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അറിയാം. ഓരോ അന്യസംസ്ഥാനത്തുള്ള ആന്ധ്ര ടീമുകളൊക്കെ അങ്ങനെ കൊണ്ടുപോകാറുണ്ട് അറിയാം. ശരിക്കും നമ്മൾ ഈ ഒരു കൂവ ഏത് മാസത്തിലാണ്, ഇപ്പൊ നിങ്ങൾ മകരമാസത്തിലാണ് ഇതിന്റെ വിളവെടുക്കുന്നത്. ശരിക്കും ഈ ഒരു കൂവയുടെ ഒരു കൃഷി രീതി, അത് നടുന്നത് മുതൽ എത്ര മാസം കൊണ്ടാണ് ഇത് വിളവെടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇത് മഴക്കാലത്ത് നട്ടാൽ മതി, ജൂൺ മുതൽ നട്ടാൽ മതി. പക്ഷെ നമ്മൾ കൂടുതൽ ഏരിയ ഉള്ളത് കാരണം ശരിക്കും ഞങ്ങൾക്ക് ഒരു 8-10 മാസത്തോളമൊക്കെ വരുന്നുണ്ട് ഇതിന്റെ വിളവെടുപ്പ്. 8 മാസത്തിൽ കൂടുതൽ വരുന്നുണ്ട്. അതായത് നമ്മളൊരു ഏപ്രിൽ മെയിലൊക്കെ നടുകയാണെങ്കിൽ ശരിക്കും ആ സമയത്ത് നടേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കൂടുതൽ ഏരിയയിൽ നമുക്ക് പെട്ടെന്ന് മഴക്കാലത്തേക്ക് കണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് പണിയെടുത്തെത്തില്ല. മഴയും വെള്ളം ഇതൊക്കെ ആയി കഴിഞ്ഞാൽ പണി നീങ്ങില്ല. പിന്നെ നമുക്കൊക്കെ ചളിയും വെള്ളമൊക്കെ ഇട്ട് ആകെ ഒക്കെ മണ്ണൊക്കെ കുഴച്ചളിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരും. അത് കാരണം നേരത്തെ നടണമെന്നുള്ളൂ. ജൂൺ മുതലാണ് ശരിക്കും കൂട്ടുക. ഒരു 8 മാസം
കൊണ്ട് എന്തായാലും പറിക്കാം. 8 മാസം കൊണ്ട് പറിക്കാം. ജൂൺ മുതൽ ഇതിപ്പോ നമ്മൾ മെയ് മാസത്തിൽ നട്ടു വെച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് അതിനെ ശുശ്രൂഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മഴ പറഞ്ഞാൽ വളരെ കുറവ് മതി അറിയാം. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇവിടെ പെയ്യുന്ന മഴ മാത്രം മതി. മറ്റേ നമ്മളൊരു വാഴ സമയത്ത് അതിന്റെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്ന മഴ മതി. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ ഈ സമയത്തൊക്കെ പറഞ്ഞാൽ ശരിക്കും നല്ല വെയിലും കാര്യങ്ങളുമാണ്. മഴ കിട്ടിയോണ്ട് കുഴപ്പമില്ല, അപ്പൊ കുറച്ച് കൂടുതൽ കിഴങ്ങുണ്ടാവുന്നേ ഉള്ളൂ. ഈ വെയിലാണ് ഈ സംഭവം മുറുക കിഴങ്ങുണ്ടാവുന്ന മാത്രം. ഈ കിഴങ്ങ് പറഞ്ഞാൽ നിലം വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ട് നല്ല കാറ്റും വെയിലും അടിക്കുമ്പോഴാണ് ഈ കിഴങ്ങ് ശരിക്കും. സാധാരണ മറ്റുള്ള സംഗതികളൊക്കെ മഴ പെയ്താലാണ് കിഴങ്ങ് നേരിട്ട് വരുള്ളൂ, കായൊക്കെയാണ്. പക്ഷേ ഈ സാധനത്തിന് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നിലം വലിവാണ് വേണ്ടത്. നിലം നല്ല മുറുകും തോറുമാണ് അത് കിഴങ്ങ് ചീർക്കുക, നീളം വയ്ക്കുക, അതിൻ്റെ ഉള്ളിൽ പൊടി നിറയുക. പൂവാണ് വേണ്ടത്. പൂവാണ് ഈർപ്പമില്ലാതെ പറിച്ചു കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ കിഴങ്ങ് കുറച്ച് കൂടുതൽ ഇങ്ങനെ കൊണ്ടേയിരിക്കും സംഭവം മാത്രം കിഴങ്ങ്. പക്ഷെ എന്താണെങ്കിലും പിന്നെ നമുക്കത് പറക്കേണ്ട സമയമാകുമ്പോഴേക്കും ഇഷ്ടം പോലെ പറഞ്ഞ പോലെ വെയിലും ഇതൊക്കെ കിട്ടും ചെയ്യും. പറയാൻ നിലം നല്ല ഡ്രൈ ആവും ചെയ്യും. ഇത് ഞങ്ങൾ 3ാമത്തെ വർഷമാണ് അറിയാം. 3ാമത്തെ വർഷം. ഒരു തവണ വിളവെടുത്ത് കഴിഞ്ഞാൽ അടുത്ത 2 മാസം വെറുതെ മണ്ണ് 2 മാസത്തിൽ കൂടുതൽ കിടക്കുന്നുണ്ട്. 4 മാസത്തോളം ഏറെക്കുറെ 8 മാസമല്ലേ ഉള്ളൂ. ഈ ഇവിടുന്ന് മുതൽ തന്നെ ശരിക്കും നമ്മൾ ഏറെക്കുറെ മറ്റേ വെറുതെ കിടക്കും പോലെ വെയിൽ കൊണ്ട് കിടക്കുകയാണല്ലോ മണ്ണ്. പിന്നെ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ആ സമയം തന്നെ ട്രാക്ടർ കൊണ്ട് ഉഴുത് മറിക്കും. അപ്പൊ അത് അങ്ങനെ അടിമണ്ണും ഒക്കെ മുകളിലേക്ക് വന്നിട്ട് ഇങ്ങനെ മണ്ണ് ഇങ്ങനെ വെയിലത്ത് കാഞ്ഞു കിടക്കും. അല്ല, വേറുള്ളത് ചെയ്യില്ല. വേറുള്ളത് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ നമ്മുടെ നനയ്ക്കാൻ സൗകര്യമുള്ളടത്ത് ഇങ്ങനെ മറ്റേ മത്തൻ, കുമ്പളൻ, വെള്ളരി അങ്ങനെ സംഗതികൾ കുറച്ച് ഫാസ്റ്റാക്കി സൈഡിൽ കൂടെ ഒക്കെ വിടും. അത്രമാത്രം പറയും. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് നമ്മൾ പിന്നെ കടും വേനൽക്കാലത്ത് വരുമ്പോൾ നല്ല നനയ്ക്കാനും വെള്ളം വേണം. പയറോ പച്ചക്കറി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞങ്ങളത് മണ്ണ് ഇങ്ങനെ ട്രാക്ടർ പൂട്ടിയിടും. പിന്നെ ഒരു 1.5 മാസം കഴിഞ്ഞ് ഒന്നുകൂടി ട്രാക്ടർ പൂട്ടിയിടും. പിന്നെ അടുത്ത തവണ കൃഷി ഇറക്കാറാകുമ്പോഴേക്കും ഒരു 2-3 പ്രാവശ്യമൊക്കെ ട്രാക്ടർ വലിച്ചിടും. അതിന് അത്ര പ്രത്യേകിച്ച് പണിയൊന്നും വരില്ല ട്രാക്ടറിന്. ആദ്യം പൂട്ടുമ്പോൾ നന്നായിട്ട് പൂട്ടും. പിന്നെ ഒന്നിങ്ങനെ വലിച്ച് മണ്ണ് തിരിച്ചും മറിച്ചും ഇടുമ്പോൾ അത് നമ്മൾ ഈ വെയിൽ തട്ടിയിട്ട് ശരിക്ക് ചെരുപ്പൂരി കഴിഞ്ഞിട്ടുള്ള കൂടെ നടക്കാൻ തന്നെ പറ്റില്ല. അങ്ങനെ മണ്ണ് പഴുക്കുണ്ടാവും പറയും. അപ്പോൾ ഒരുവിധം കീടാതാളൊക്കെ അതിലാണ്ട് പോവും ചെയ്യും പറയാം. ഫംഗസ് ബാധയൊക്കെ ഉണ്ടെച്ചാൽ കൂടുതലായിട്ട് പോവും പറയാം. ഇപ്പൊ ഈ അജിത്തേട്ട് നിൽക്കണ അവിടെ തന്നെ ഇപ്പൊ നമുക്ക് തന്നെ കാണാണ്ട് കേട്ടോ, ഇത്രയും ഹൈറ്റിൽ ഈ ചെടി വന്നിട്ടുണ്ട്. ശരിക്ക് സാധാരണ ഇത്രയും ഹൈറ്റിലേ നമ്മളിപ്പോ ശരിക്കും നിങ്ങള് തടം എടുത്തിട്ടുണ്ട്, അടിയിൽ തടം എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇത്രയും ഹൈറ്റിൽ ഈ കൂവ നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ ഒരു ടെക്നിക്ക് എന്താണ് ഇത്രയും? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ മറ്റേ നാടൻ വളമൊക്കെ കുറേ ഇടും ചെയ്യും. പിന്നെ നമ്മൾ അതിന്റെ ചോട്ടിൽ പുല്ലും കളയും വരാതെ നേരെ ശ്രദ്ധിക്കും. അതായത് പുല്ലും കളയൊക്കെ വന്നിട്ട് ഏതെങ്കിലും വിളഞ്ഞിപ്പോൾ വാഴ തൈയാണെങ്കിലും പുല്ലും കളയും കാര്യങ്ങളും വന്നാൽ അതിന് പൊന്താൻ ഒരു ആവാസത കിട്ടില്ല. ഇത് അത്യാവശ്യം ഗ്യാപ്പും പിന്നെ നല്ല സൂര്യപ്രകാശം തട്ടാൻ ഗ്യാപ്പും കിളകൾ നീക്കണം പറയുക. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് ഈ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ 1.5 അടിയിൽ ഓരോ വിത്തിട്ടതും തൈ വെച്ചതൊക്കെയാണ്. അപ്പോൾ ഇത് പിന്നെ ധാരാളം ചെനപ്പുകൾ പൊട്ടും. ഒരു ചെടിയിൽ നിന്ന് ചിലതിൽ 50-60 വരെ ചെനപ്പുകൾ പൊട്ടാൻ തരുന്നുണ്ട്. അങ്ങനെ തിങ്ങിയതാണ്. പക്ഷെ നടുമ്പോൾ നമ്മൾ നല്ല അകലത്തിലാണ് നടാറ്. ഇതിൽ ഞങ്ങൾ വിത്തും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏറെക്കുറെ മഴക്കാലം ആവാറാകുമ്പോഴേക്കും ഇങ്ങനെ ചെടിയൊക്കെ മുളച്ചു വന്ന ചെടിയും പിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ചെടി പിരിഞ്ഞേക്കാറപ്പോ നേരത്തെ പറഞ്ഞ ചെനപ്പ് ഓരോ സിംഗിൾ ചെടി ഇതേപോലെ ഓരോന്ന് ഇത് കണ്ടോ, ഇതേപോലെ ഒരെണ്ണം വെക്കുക. സാധാരണ നാട്ടുകൂവ തന്നെയാണ്. അതെ, അല്ലാതെ ഹൈബ്രിഡ് വിത്ത് അങ്ങനെയുള്ള ഇതൊന്നും ഇതിനില്ല. പിന്നെ നമ്മൾ പറഞ്ഞാൽ പിന്നെ കൂവ എന്ന് പറഞ്ഞാൽ 3-4 സൈസ് വരുന്നുണ്ട്. വേറെ സ്ഥലങ്ങളിൽ മഞ്ഞളിൻ്റെ ഇഞ്ചി പോലുള്ളതാണ് കൂവ. അവിടുത്തെ അവർ കൂവ എന്ന് പറയുമ്പോൾ ആദ്യം അങ്ങനത്തതാണെന്നാണ് വിചാരിക്കുക ആ ഭാഗത്ത് ആളുകളെ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിൽ വെള്ള പൂക്കളുണ്ടാവും. പിന്നെ അതേപോലെ ചെറിയ ചെറിയ കായകളുണ്ടാവും. പിന്നെ ഇതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കിഴങ്ങ് വെള്ള കളറായിരിക്കും. സിംഗിള് നേന്ത്രക്കായ പോലുള്ള കിഴങ്ങാണ് ഉണ്ടാവുക. മറ്റേതൊക്കെ എഞ്ചിരി മഞ്ഞളിൻ്റെ ആകൃതിയിലാണ് വരാറ്. മണ്ണ് ഒരുക്കുമ്പോൾ ശരിക്കും കുമ്മായം അങ്ങനെ കുറച്ച് ഇടാറുണ്ട് പറയുക. കുമ്മായം എന്നാൽ കലർന്നിട്ട് അങ്ങോട്ട് അതിൽ മിക്സ്ഡ് ആവും പറയുക. പിന്നെ മണ്ണ് ഒരുക്കുമ്പോൾ നമ്മൾ ചില ആളുകൾ മണ്ണ് ഒരുക്കുമ്പോഴാണ് ഈ വളങ്ങൾ ഇടുക കണ്ടത്തിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആള് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഏരി മാടിയിട്ട് നമുക്ക് കുറേശ്ശെ വളം അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് പിന്നെ വാരം മാടിയാൽ മതി. പക്ഷെ ചില ഭാഗത്ത് പറഞ്ഞാൽ ട്രാക്ടർ കൊണ്ട് ഡിസ്ക് ഇട്ട് പിടിക്കുകയും ചെയ്യുക. ട്രാക്ടർ കൊണ്ട് ഡിസ്ക് ഇട്ട് പിടിക്കുമ്പോൾ അത് ഏരിയായിട്ട് വരില്ല ചെയ്യുക. അപ്പോൾ അവർ ചില ആളുകൾ മണ്ണിലിട്ടിട്ട് അതിനെ അങ്ങോട്ട് ട്രാക്ടർ പൂട്ടിയിട്ടൊക്കെ പാടെ കളർമേനിയാക്കിയിട്ട് പിന്നെ ഏരി അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ വളം പുറത്ത് വന്നു കഴിഞ്ഞാൽ പുല്ലിൻ്റെ വിത്തൊക്കെ കെട്ടി കഴിഞ്ഞാൽ മഴക്കാലത്ത് പുല്ല് നല്ല ഹൈ സ്പീഡിൽ വരികയുള്ളൂ. ശരിക്കും വളം ഇടുകയാണെങ്കിൽ നമ്മളിത് ഒതുക്കി ഇടുക. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറേ സ്ഥലത്ത് പറഞ്ഞു കുറച്ചൊക്കെ വലിയ ഫ്ലോട്ടുകളൊക്കെ ഞങ്ങൾ ട്രാക്ടർ കൊണ്ട് ഡിസ്ക് ഇട്ട് പിടിക്കും. ഈ ട്രാക്ടർ കൊണ്ട് ഡിസ്ക് ഇട്ട് പിടിച്ചിട്ട് അതിൻ്റെ സൈഡിലോ മുകളിലോ ഞങ്ങൾ വളം ഇട്ടിട്ട് കോഴിവളം
കോഴിവളമാണ് ശരിക്കും നല്ല നൂറുണ്ടാവാൻ നല്ലത്. കോഴിവളം, ചകിരിച്ചോറും. പൊട്ടാഷിന്റെ ഇത് ഭയങ്കര കൂടുതലാണ്. ചകിരിച്ചോറ്, കോഴിവളമാണ് ഇടാറ്. അത് വളരെ അതും കൂടി, അതായത് ഫാമിൽ നിന്ന് ഒരുമിച്ചെടുക്കും. ഈ നാട്ടിൻപുറത്ത് ഫാമുകളിൽ നിന്നാണ് കൂടുതൽ ഈ കോഴിവളം. കാടവളമൊക്കെ എന്തിന് നല്ല വളമാണ്. കാടവളം, കോഴിവളം. നമ്മൾ ലോക്കലായിട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ വില ആവശ്യമില്ലാത്ത, കൂടുതൽ വില ഇല്ലാത്ത വളങ്ങളാണ് വാങ്ങിക്കാറ്. അറിയാം, നാട്ടിൻപുറത്താകുമ്പോൾ നമുക്കൊരു 80 രൂപ 100 രൂപയ്ക്കൊക്കെ നല്ല ഫുള്ള് കിട്ടും. പിന്നെ പുറത്തുനിന്ന് വരുന്ന നേരത്തേക്ക് ഞങ്ങൾ നാമക്കല്ലിൽ നിന്നൊക്കെ ഇവിടെ അങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ വില കൂടുതലാണ്. 200-170 രൂപയൊക്കെ ഒരു ചാക്ക്. അതിൽ സാധനം കമ്മിയാണ്. ഞങ്ങൾ ഈ വർഷം 100 രൂപയായിട്ട് വാങ്ങി ഒരു ചാക്ക്. ഇത് എടുക്കുമ്പോഴേ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും. ഈ തടം നിങ്ങൾ ഇവിടെ അങ്ങനെ ഭയങ്കര ഹൈറ്റിൽ തടം കാണാൻ, നല്ല ഹൈറ്റിലാണ് തടം കാണുന്നത്. അപ്പൊ ഈ ഇത്ര ഹൈറ്റിലല്ലല്ലോ നമുക്ക് വേണ്ട. അപ്പൊ തുടക്കത്തിൽ ഇതിനെ നമ്മൾ നടുന്ന സമയത്ത് ഈ തടത്തിന്റെ ഒരു രീതി നീളൊക്കെ എങ്ങനെയാണ് ഒരാൾ ഈ കൃഷി ചെയ്യുകയാണെങ്കിൽ? ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ മണ്ണൊക്കെ അടുപ്പിക്കില്ലേ, മണ്ണടുപ്പിക്കുക. അതെ. പിന്നെ വേണമെങ്കിൽ നമുക്ക് വളം വേണമെങ്കിൽ ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മണ്ണടുപ്പിക്കുമ്പോൾ ഒരു ലേശം കൂടി നാടൻ വളമൊക്കെ ഇട്ടിട്ട് മണ്ണ് കയറ്റുമ്പോഴാണ് ഈ ലെവലിലേക്ക് വരുന്നത്. ഈ ലെവലിലേക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഈ ഹൈറ്റിലും ഇത് നിൽക്കണത് ഇതിന്റെ ചോട്ടിൽ മണ്ണുള്ളത് കാരണമാണ്. അപ്പൊ അത് ചോദിക്കുന്നത്, തുടക്കത്തിൽ ഒരാൾ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എത്ര ഹൈറ്റിൽ നമുക്ക് ഇതിന്റെ ഒരു വീതി നീളം? ഒരു 1.5 അടി ആയാലും കുഴപ്പമില്ല. 1.5 അടി 2 അടി ഹൈറ്റ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ചില ആളുകൾ ഇറ്റാച്ചിക്കൊക്കെ, ഞങ്ങൾ ചില വർഷം ഇറ്റാച്ചിക്കാണ്. ഇപ്പൊ ഈ കൊല്ലം തന്നെ ഞങ്ങൾ ഇറ്റാച്ചിക്ക് ഏരി മാടിയിട്ടുണ്ട്, ചെറിയ 20യുടെ ഇറ്റാച്ചിക്ക്. അതൊക്കെ നല്ല ഹൈറ്റ് ഉള്ളത് നല്ലതാണ്. കാരണം ഇതിന്റെ കിഴങ്ങുകൾ കീഴ്പ്പെട്ട് നീണ്ടിട്ടാണ് പോവുക. മറ്റുള്ള മഞ്ഞളിന്റെ എന്തിയോ, മഞ്ഞക്കൂടെ എന്തിയോ, മാങ്ങഞ്ചിറ എന്തിയോ ഇങ്ങോട്ട് പരന്നിട്ട്, അല്ലെങ്കിൽ ചേനയൊന്നും മുകളിലേക്ക് വട്ടം വിരിയുക ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് മണ്ണ് നമുക്ക് 2-3 വരി വരണ്ടിയിടാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം 8 മാസത്തിന്റെ ഉള്ളിൽ വിളവെടുക്കുന്നതിന്റെ ഇടയ്ക്ക് എത്ര തവണ മണ്ണ് കോരിയിടണം? അതായത് ഇതിന് മണ്ണ് കൂമ്പാരം കൂട്ടണം. മണ്ണ് ശരിക്കും ഒരു 2 പ്രാവശ്യമെങ്കിലും അടുപ്പിക്കണം. അതായത് ചെടി നല്ല പൊന്തി വരും തോറും ഒരു 2 പ്രാവശ്യം അടുപ്പിച്ചില്ലെങ്കിൽ എന്താ പറയുക, ഇതിന്റെ കിഴങ്ങുകൾ പുറത്തേക്ക് വരും 1 വരെയൊക്കെ. അപ്പൊ നമ്മൾ ഏറെ മണ്ണിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടി അവിടെ നല്ല കുറ്റിബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ഈ കിഴങ്ങുകൾ പുറത്തേക്കായിട്ട് അത് ചെടിയായി വരാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അറിയാം. അപ്പൊ ഇപ്പൊ ഈ 8 മാസത്തിനുള്ളിൽ 2 പ്രാവശ്യം മണ്ണ് കോരിയിടണം. ഇമാതിരി വളം കൊടുക്കേണ്ടടുത്ത് നമ്മൾ കൊടുക്കണം. ഇതിനപ്പുറത്തേക്ക് ഇതിന് നനയോ മറ്റു പരിപാലനങ്ങളോ ഒന്നുമില്ല. ഇല്ല. ഒരു തരത്തിലുള്ള കേടും ഇതിന് കാണാറില്ല. ഇല്ല. അതിന് കണ്ടോ, നമ്മൾ പുഴുക്കേട്, ഇലക്കേട്. ഇപ്പൊ തണ്ട് പഴുത്തിട്ട് അതിന്റെ വിളവെടുപ്പ് ആവാറായത് കാരണം ഒന്നുവരെയും സൈഡിൽ നിന്ന് തണ്ടൊക്കെ ഇങ്ങനെ പഴുത്ത് ഉണങ്ങി വരാറുണ്ട്. അല്ലാതെ ഇതിന് നമ്മൾ പയറിന്റെ ഇങ്ങനെ ഒരു പൂപ്പൽ കേടോ അല്ലെങ്കിൽ ഒരു വേറുള്ള പ്രാണികളുടെ ശല്യങ്ങളോ അങ്ങനെ ഇല്ല. സത്യത്തില് അധികം അതുപോലെ ചിലതിന്റെ ഇലയൊക്കെ ഇങ്ങനെ ആകെ ഓട്ടയാക്കിയിട്ടുണ്ടാവും. ചില ചെടികളിലൊക്കെ ഇങ്ങനെ പുഴുക്കേടും ചാഴിക്കേട്, അതുപോലെ മുഞ്ഞക്കേടോ അങ്ങനത്തെ കൊമ്പൻ ചായയുടെ ശല്യകാര്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ സാധനത്തിൽ വല്ല. ഇതിന് എന്തോ ചില ചെതലുകൾക്കും കൂടി ഇതിന് എന്തോ ഒരു സൈഡ് എഫക്ട് ഇത് അങ്ങനെയുള്ളടത്ത് ചെതലും കാര്യമായിട്ട് വന്ന് കാണാറില്ല. പിന്നെ ഇത് നമ്മൾ സൈഡിലേക്ക് കിഴങ്ങ് പോണേനെ മണ്ണിടുന്നതെന്ന് പറയുന്നത് ഇതാണ് സംഭവം. അത് കണ്ടോ, ഇവിടെ മണ്ണ് നിൽക്കാത്തൊരു തിട്ടായി പോയി. ഈ സൈഡേ ഒരു തിട്ടായി നമുക്ക് ഇതിന്റെ ഇല്ല. ഇവിടെ മണ്ണ് ഇടാൻ പറ്റി. ഇവിടെ നമുക്ക് മണ്ണിട്ടത് പുറത്തോട്ട് വരും. അതേപോലെ കിഴങ്ങ് പുറത്തോട്ട് ഇതാണ് 1, 2 അങ്ങനെ കിഴങ്ങ് പുറത്തേക്ക് വരുന്നതിനാണ് നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിഴങ്ങായിട്ട് കിട്ടും. ഇതിങ്ങനെ പോന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും 1 വരെയൊക്കെ പുറത്തേക്ക് വരും. പക്ഷെ പിന്നെ അതിൽ ധാരാളം കിഴങ്ങുകൾ അടിയിലുണ്ടാവും. നിങ്ങളിപ്പോ ഇവിടെ ഇത്രയും ഇതിൽ ചെയ്തിട്ടേ എത്ര കിൻഡില് അല്ലെങ്കിൽ എത്ര ടണ്ണ് ഇവിടെ ഉണ്ടായിരിക്കും? ഒരു അങ്ങനെ പോലെ ഒരു ഏക്കറിന് ഒരു 5 മുതൽ 6-7 ടൺ വരെയും. ചില മുൻ വർഷങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒരു ഏക്കർ തന്നെ 10 ടണ്ണിന്റെ മുകളിൽ കിട്ടിയ കാലം ഉണ്ടായിരുന്നു പറയാം. മുന്നേക്കെ അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇപ്പോൾ കാലവർഷമൊന്നും ശരിക്കും അങ്ങനെ ഒരു കറക്റ്റായിട്ടല്ല പെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരു ഇടവപ്പാതിയിലൊക്കെ മഴക്കാലത്തൊക്കെ ആദ്യമൊക്കെ നടുമ്പോൾ അന്ന് കറക്റ്റ് മഴയും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ കിട്ടിയതായിട്ടുണ്ട്. ഇപ്പോഴൊരു 6-7 ടണ്ണൊക്കെ എന്തെങ്കിലും കിട്ടാറുണ്ട് പറയാം. പിന്നെ കാലാവസ്ഥയും കൂടി ഒന്ന് കറക്റ്റായിട്ട് വരും വേണം പറയാം. കാരണം ഇത് മഴ വേണ്ടാന്നുള്ളത് ശരിയാണ്. പക്ഷെ നമുക്ക് കിഴങ്ങിറങ്ങുന്ന സമയത്തൊക്കെ മഴ കിട്ടാത്ത കൊല്ലമൊക്കെ ഉണ്ടെച്ചാൽ ചിലപ്പോൾ വ്യത്യാസം വരുമല്ലോ അറിയാം. ഇതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശാടന കിളികൾ, ചെറിയ കിളികൾ ഇങ്ങനെ ധാരാളം കൂട്ടാറുണ്ട് പറയാം. കൂടാണിത് അറിയാം. ഇതിൽ മുടുകെട്ടിട്ട് വിരിച്ചു പോകും. 2 മുടുക ഉണ്ടാവും, ചിലപ്പോൾ 3 ഉണ്ടാവും. അതങ്ങനെ മുടുകെട്ട് വിരിച്ചിൻ്റെ കുട്ടികളൊക്കെ പറക്കാറായി കഴിഞ്ഞാൽ പാറിപ്പോകാറാണ്. കാരണം ഇത് നമ്മൾ കീടനാശിനികളും രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കാത്ത കാരണമാണ് ഇങ്ങനെയുള്ള കിളികളൊക്കെ വന്ന് കൂടുന്നത്. നമ്മളൊരു പയറൊക്കെയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്ത് ജൈവമരുന്നാണെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തുള്ള സംഭവങ്ങൾ ഒരു പയറിൻ്റെ വള്ളിയിലോ പൊന്തയിലോ അല്ലെങ്കിൽ വേറെ ചെടികളിലോ കാണാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ഇതിലൊരു കൂട് ഒരുക്കി ഇനി മുടുകെട്ടിട്ട് വിരിച്ചിട്ട് കുട്ടികൾ പാറിപ്പോകാറായി അത് ധാരാളം ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും തിക്കൻസിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നമ്മളിതേ നടന്നു വന്നപ്പോൾ പെട്ടെന്ന് പാറിപ്പോയപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടു എന്ന് മാത്രം. നമുക്കൊന്ന് പറിച്ച് നോക്കാം. കിഴങ്ങായി വരുന്നതന്നെ ഉണ്ടാവുള്ളൂ. അത് നമുക്കൊന്ന് പറിച്ച് നോക്കാം. അതെ.
ഇത് പോകുന്നുണ്ടാവില്ല. ഒന്നുകൂടി ഇളക്കേണ്ടി വരും. ആ ഓക്കെ ഉണ്ടായി വരണേ ഉള്ളതാണ്ട് ഒന്ന്. ഇതാണ് ശരിക്കും പൂളക്കിഴങ്ങ്. കിഴങ്ങ് വരണ എങ്ങനെയാണ് ഇവിടെ ഇറങ്ങി പോവില്ലാണ്ടോ. അല്ല ചേട്ടാ, നമുക്ക് ഇതിപ്പോ ഈ പറിച്ച തൈകളില്ലേ, ഈ തൈകൾ തന്നെ നമുക്ക് വീണ്ടും വെക്കാം. അങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇതുണ്ടോ ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഇതിനാണ് ഇതൊക്കെ വലിയ ഇതായി വരുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഇതാണ് നമ്മൾ പുറത്തേക്ക് പോയ ചെടിയായിട്ട് ഇത്ര ഉയരത്തിൽ വരും പറഞ്ഞതാണ്. ഇത് നമ്മൾ മണ്ണിട്ടിറക്കണമെങ്കിൽ അത് കിഴങ്ങായി കിട്ടി. പക്ഷെ ഇത് നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഭാഗം പൊടിക്കെടുക്കാം. ഫുള്ളായിട്ടും കിട്ടിയിരുന്നു മാത്രം. ഇതാണോ ഇതൊക്കെ വലുതാവുകയെ. ഇതൊക്കെ വലിയ കിഴങ്ങുകളാവണം. ഇതാണ്ടോ ഇതിൽ തന്നെ സുമാർ അതൊക്കെ ഇതിന്റെ ഇതാവണേ ഉള്ളൂ. ഇപ്പോൾ കണ്ട ഈർപ്പം വിട്ടിട്ടില്ലേ. പിന്നെ അങ്ങനെ വേരുകളൊന്നും ഉണ്ടാവുമൊന്നുമില്ല. പിന്നെ ഇനിയും കിഴങ്ങുണ്ടാവുകയെ. വീണ്ടും ഇഷ്ടം പോലെ തണുപ്പിൽ വരുന്നതിനെ പേര് കണ്ടോ. ഒരു ആൾ ഈ കൂവ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് ഈ കൂവ. ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആയിട്ടാണ് ഇതിനെ പൊടിയാക്കി വെക്കുക എന്ന് വിചാരിക്കാം. ഇപ്പൊ ഇതിപ്പോ നിങ്ങൾ നേരെ കിഴങ്ങാണല്ലോ കയറ്റി അയക്കുക, ആവശ്യക്കാർക്ക് കിഴങ്ങാണ് കൊടുക്കാറ്. അപ്പൊ ഇത് പൊടിയാക്കി കയറ്റി അയക്കുകയാണെങ്കിൽ ഒരു കർഷകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് അത്രയും ലാഭം കിട്ടില്ല? അതെ അത് ലാഭം കിട്ടും. ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊല്ലം വിചാരിക്കണം, ഇങ്ങനെ പൊടിയാക്കണം എന്നൊക്കെ വിചാരിക്കും. അത് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ പിന്നെ കോവിഡും ഇതൊക്കെ ആയി. പിന്നെ ഈ വർഷം ആ കോവിഡിൻ്റെ ഇത് കംപ്ലീറ്റ് മാറാത്തത് കാരണം ഒരു ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പറയുക. കാരണം നമ്മൾ അതിന് ആ കണ്ടമാനം തോനെയൊക്കെ പൊടി ഉണ്ടാക്കുമ്പോൾ കണ്ടമാനം ആളുകൾ വേണം. അപ്പോൾ അത് കാരണമാണ് ആ രംഗത്തേക്ക് അങ്ങനെ വരാത്തത്. ഞങ്ങളിങ്ങനെ ആലോചനയിലുള്ള തന്നെയാണ് സംഭവം. പക്ഷെ അതിപ്പോൾ അങ്ങനെ പിന്നെ ഉള്ളതാണ് പറയുക. കാരണം ഇതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല സാധ്യതകളുള്ളതാണ് ഈ രംഗത്ത്. ഈ സംഭവം അങ്ങനെ അതിന് പകരം വയ്ക്കാൻ വേറെ കമ്പനികളോ ടീമുകളൊന്നും കൂടുതലായിട്ട് ഇല്ലാത്തൊരു സംഭവമാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കൂടുതൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് സാധനം തമിഴ്നാട്ടിൽ നിന്ന് വരാറുണ്ട്. ഇവിടെ നേന്ത്രക്കായൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരിക കാരണമാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടപിടിച്ചൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ അതുപോലെ കൂർക്ക തമിഴ്നാട്ടിൽ നിന്ന് വരും, ഒരു ഇതെല്ലാം ചേന തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഈ സാധനം മാത്രം നമ്മുടെ അടുത്ത അന്യ സംസ്ഥാനങ്ങളിലൊന്നും വരുന്നില്ല. അത് കാരണം ഈ സംഭവം അങ്ങനെ പുറത്തുനിന്ന് ധാരാളം. പിന്നെ അത് മാത്രമല്ല ചേട്ടാ, ശരിക്കും ഇതിന് വലിയൊരു പണിയുണ്ട്. അതായത് നടനും സംഭവങ്ങളായിട്ട് പണിയുണ്ട്. അതായത് ഇതിനൊരു അസുഖങ്ങള് ഇല്ല, അങ്ങനത്തെ പ്രശ്നം വരാറില്ല. അല്ലെങ്കിൽ വലിയൊരു മാരക രാസ കീടനാശിനികൾ അടിക്കേണ്ടതായിട്ട് വരികയോ ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സംഭവം. അതാണ് ഇതിന്റെ. അത് മാത്രമല്ല ഒരാൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിൽ വേറൊരു കൃത്രിമമില്ല. സത്യസന്ധമായ ഒരു സാധനം ഒരു വാങ്ങുന്ന ഒരാൾക്കിലേക്ക് എത്തിക്കാന്നുള്ളൊരു മനസംതൃപ്തി നമുക്കുണ്ടാവും. അതെ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്. അതാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഇടണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മളതിങ്ങനെ കൂടുതൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിലൊരു നമ്മുടെ വീട്ടാവശ്യത്തിനനുസരിച്ച് നമുക്ക് ശരിക്കും ഒന്നും ഇടാതെ വെച്ചാലും ഉണ്ടാവും. സുഹൃത്തുക്കൾ, അപ്പോൾ നിങ്ങൾ നമ്മളെ അജിത്ത് ഏട്ടൻ്റെ ഈ കൂവക്കൃഷി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ടാവുമെന്നാണ് ഞാനും കരുതുന്നത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതമായി. കാരണം കൂവ ഇത്രയും വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഇത്രയും ഏക്കർ കണക്കിന് കൂവ ചെയ്യുന്നത് കാണുന്നത് തന്നെ. അതിൽ യാതൊരു തരത്തിലുള്ള രാസവളം യൂസ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഇപ്പോൾ അയിത്തേട്ടന് ഇതിൽ വളം യൂസ് ചെയ്യാം. ശരിക്കും കൂവയ്ക്ക് വളത്തിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇതിൽ രാസവളം യൂസ് ചെയ്യാം വേണമെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കിൻഡൽ കണക്കിനുള്ള കനം കൂടുതൽ കിട്ടും. പക്ഷെ അദ്ദേഹം അത് വളരെ നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്ഥലം പാടത്തിനെടുത്തിട്ട് ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണം തന്നെ അതിൽ മറ്റ് രാസവളം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അത് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഒരു കിളിക്കൂടൊക്കെ കണ്ടല്ലോ. രാസവളമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവയ്ക്കൊന്നും ഇവിടെ നിൽക്കാനേ കഴിയില്ല. അത്രയും പ്രശ്നത്തിലാണ് ഈ രാസവളം ഉപയോഗിച്ച മറ്റ് ജീവജാലങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇതുപോലെയുള്ള കർഷകർ ഉണ്ടാവുക, അവർ ഒരു സധൈര്യത്തോടു കൂടി ഇത്തരം വിളകൾ കൃഷി ചെയ്യാൻ മുൻപോട്ട് വരിക, അതിനെ നല്ലൊരു വരുമാന മാർഗമാക്കി മാറ്റുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ അയിത്തേട്ടനെ ഇതിൻ്റെ ആവശ്യക്കാർ എന്തായാലും അയിത്തേട്ടനായിട്ട് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തെ വിളിക്കാൻ നമ്മുടെ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിക്കുക, അദ്ദേഹത്തിനോട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റി സംസാരിക്കുക. കാരണം കേരളത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു കൃഷി രീതിയാണിത്. കൂടുതൽ മഴയോ വെള്ളമോ ഒന്നും വേണ്ട, അത് തന്നെ അതിന് വേണ്ടത് നമുക്ക് വേണ്ടത് അത് നൽകും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ.
അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. അജിത്തിനെ പോലുള്ള കർഷകരെ നമുക്ക് ഇനിയും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാനുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോകളുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നതും. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്കൊരു അടുത്ത വീഡിയോ കാണാം.